ലോകത്ത് എവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ ഇന്ന് ഒരുപാട് വഴികളുണ്ട്. ഫോൺ കോൾ, ചാറ്റ്, വീഡിയോ കോൾ എന്നിവ. നമ്മളെ വീട്ടിലാണെങ്കിൽ ഓരോരുത്തരും ഓരോ സ്ക്രീനുകളിലായിട്ട് ഇങ്ങനെ ഒതുങ്ങി കൂടുമ്പോൾ വീട്ടിനകത്തുള്ള സംഭാഷണങ്ങൾക്ക് സമയം കിട്ടാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഈ സാഹചര്യത്തിൽ കുടുംബങ്ങളിൽ ആശയവിനിമയത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? കുടുംബം സ്നേഹത്തിലൂടെയും വിശ്വാസത്തിലൂടെയും നിലനിൽക്കുന്ന ഒരു ബന്ധമാണ്. ഈ ബന്ധം നിലനിർത്തണമെങ്കിൽ തുറന്നു പറച്ചിലുകൾ അനിവാര്യമാണ്. ഇങ്ങനെയുള്ള തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും എന്താണ് ഒരു വിശ്വാസം അവിടെ ഉണ്ടാവുന്നത്, അല്ലെ? കുടുംബാംഗങ്ങൾ തമ്മിലൊരു വിശ്വാസം ഉണ്ടാവും. ഈ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വിശ്വാസം ഉണ്ടാവുമ്പോഴാണ് ശരിക്കും എന്താണ് അവർക്ക് ഒരു സുരക്ഷ ഉണ്ടാവുന്നത്. കുടുംബങ്ങളിൽ ആശയവിനിമയത്തിന് തടസ്സമാകുന്ന ചില സാധാരണ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു ക്വാളിറ്റി ടൈമിന്റെ അഭാവം. അതായത് ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു സമയമുണ്ടല്ലോ, അതിന്റെ അഭാവം കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. പിന്നെ ഇനി അഥവാ തുറന്നു പറഞ്ഞാലോ, ഫാമിലീസ് അംഗങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ പാരന്റ്സിനോടൊക്കെ തുറന്നു പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ തെറ്റിപ്പോകുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയമുണ്ട്. അതുകൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ കുടുംബത്തിലെ ആശയവിനിമയം മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും? ആദ്യമായിട്ട് എല്ലാവരെയും കേൾക്കാൻ തയ്യാറാവുക. കേൾക്കാൻ തയ്യാറാവാൻ വേണ്ടി നമുക്കൊരു സമയം തന്നെ അവർക്ക് വേണ്ടി മാറ്റി വെക്കുക. പിന്നെ ആരെയും കുറ്റപ്പെടുത്താണ്ടിരിക്കുക. തുറന്നു പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. ഒരു പക്ഷെ നമ്മൾ കുട്ടികളോടൊക്കെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ പിന്നെ അവര് തുറന്നു പറയാനായിട്ട് മടി കാണിക്കും. അതുകൊണ്ട് തുറന്ന മനസ്സോടെ എല്ലാവരെയും കേൾക്കുക, അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും വലിയൊരു സന്ദേശം.